ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭരണഘടനയുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തു വെക്കാനായിട്ട് പോകുന്നത്. അതായത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നൊരു ഭാഗം. നമ്മുടെ ICDS സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ നിന്ന് നമുക്ക് 4 മാർക്കാണ് കിട്ടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് 4 മാർക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന എവിടെയാണ് നോക്കൂ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറഞ്ഞിട്ട് 42-ാം ഭരണഘടനാ ഭേദഗതി, 44, 52, 73, 74, 86, 91 എന്ന് പറഞ്ഞ് എടുത്ത് കുറച്ച് ഭരണഘടനാ ഭേദഗതികൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് വേറെ കുറേ എണ്ണം പഠിക്കാനില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് പഠിക്കണം, കോമൺ ആയിട്ട് പഠിക്കണം. എങ്കിലും ഈ പറയുന്ന 42, 44, 52, 73, 74, 86, 91 തുടങ്ങിയ ഭരണഘടനാ ഭേദഗതികൾക്ക് പ്രാധാന്യത്തോടു കൂടിയിട്ട് നമുക്ക് പഠിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതും ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്നതിൽ നമുക്ക് എന്താണ് ഭരണഘടനാ ഭേദഗതി എന്നും അതുപോലെ തന്നെ ഈ 42-ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നമുക്കൊന്ന് തുടങ്ങി വെക്കാം ഈ ക്ലാസ്സിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നുണ്ട്. നമ്മുടെ 3ാമത്തെ ബാച്ച് ICDS സൂപ്പർവൈസറിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുന്ന 3ാമത്തെ ബാച്ചാണ്. അതിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ തുടരുന്നുണ്ട്. ഒരാഴ്ചയായിട്ടുള്ള ബാച്ച് തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ബാച്ചിനകത്ത് രാവിലെയും വൈകുന്നേരവും ലൈവ് ക്ലാസ് കിട്ടുന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. രാവിലെയും ലൈവ് ക്ലാസ് ലഭിക്കും, വൈകുന്നേരവും ലൈവ് ക്ലാസ് ലഭിക്കും. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് എടുക്കാം. നമുക്ക് ഭരണഘടനാ ഭേദഗതി. എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടല്ലോ അല്ലേ, ഈ ഭരണഘടനയിൽ ഒരു മാറ്റവും കാലഘട്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ അതിനകത്ത് കൊണ്ടുവരണം, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എടുത്ത് മാറ്റണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭരണഘടന എഴുതുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അതിനും കൂടിയുള്ള ഒരു വഴി കൂടി അതിലെടുത്ത് വെച്ചിട്ട് തന്നെയാണ് ആ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കുക, ഭരണഘടനയിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതിനെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അമെൻമെൻറ്റ് അഥവാ ഭേദഗതി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഭരണഘടനയിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ഭരണഘടനയിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കുകയോ ചെയ്യുന്ന ആ കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ഭേദഗതി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇത് 1-ാം ഭേദഗതി, 2-ാം ഭേദഗതി എന്ന് പറഞ്ഞിട്ട് ഓരോ ഭേദഗതികളുണ്ട്. ഇത്രാമത്തെ ഭേദഗതി, അതായത് 1-ാമത്തെ ഭേദഗതി ഇതാണ് അല്ലേ, 2-ാമത്തെ ഭേദഗതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ നമ്മൾക്ക് എടുത്ത് തന്നിട്ടുള്ള കുറച്ച് ഭേദഗതികളുണ്ട്. 42-ാമത്തെ ഭേദഗതി, ഓക്കെ, അങ്ങനെ കുറച്ച് 44-ാമത്തെ ഭേദഗതി, അങ്ങനെ കുറച്ച് ഭേദഗതികളുണ്ട്. അതിന് ആ ഭേദഗതികൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഭേദഗതികൾ എടുത്ത് തന്നിട്ടുള്ളതും. ഓക്കെ അല്ലേ? നോക്കുക, ഈ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം, അതായത് ഭരണഘടനാ ഭേദഗതി ചെയ്യാമല്ലേ, ആ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ ഭരണഘടനയിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അത് ഏത് ഭാഗത്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20-ലാണ്. ഓക്കെ, ഭാഗം 20, 2x എന്ന് വെച്ച് കഴിഞ്ഞാൽ 20, അറിയാലോ അല്ലേ? അപ്പോൾ ഭാഗം 20-ലാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ ഏത് ഭാഗത്താണ്? ഓക്കെ, ഭരണഘടനയുടെ 20-ാമത് ഭാഗത്തിലാണ് ഈ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്, ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 368. ഓക്കെ, 368. നമുക്ക് ഭരണഘടന പഠിക്കുന്ന സമയത്ത് ഭാഗങ്ങൾ പഠിക്കാനുണ്ട്, അനുച്ഛേദങ്ങൾ പഠിക്കാനുണ്ട്, പട്ടികകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, പാർട്ട്, ഷെഡ്യൂൾ, ആർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് ഭരണഘടന എടുക്കുന്ന സമയത്ത് ക്ലിയർ ചെയ്ത് തരാം. ഇവിടെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഭാഗം 20-ആണ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഭാഗം 20-ആണ്. അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 368-ആണ്. ഓക്കെ, ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 368
68 എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. നോക്കുക, ഭേദഗതി ചെയ്യാനുള്ള ആശയം ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടിട്ടുള്ളത് അഥവാ കടം കൊണ്ടിട്ടുള്ളത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ പല കാര്യങ്ങളും പല രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളവയാണ്. ഓക്കെ, കടം കൊണ്ടിട്ടുള്ളവയാണെന്ന് നമ്മൾ പറയില്ലേ. അത്തരത്തിൽ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം, ഓക്കെ, ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത് ഏതു രാജ്യത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? എല്ലാവർക്കും ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പാർലമെൻറ്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത്. പാർലമെൻറ്റ് എന്ന് വെച്ചാൽ ആരൊക്കെയാണ്? രാജ്യസഭയും ലോകസഭയും അതുപോലെ തന്നെ രാഷ്ട്രപതിയും ചേർന്നതാണ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത്? പാർലമെൻറ്റിനാണുള്ളത്. ഓക്കെ, ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത്? പാർലമെൻറ്റിനാണുള്ളത്. അപ്പം നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് ഈ ഭരണഘടനാ ഭേദഗതി എന്നതിനെ പറ്റി നമ്മൾ നോക്കി. ഭരണഘടനയിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുന്നതിന് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നു. ഈ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 20 ഭാഗം 20. ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ അനുച്ഛേദം 368. അനുച്ഛേദം അല്ലേ, ആർട്ടിക്കിളിൻ്റെ മലയാളമാണ് അനുച്ഛേദം എന്ന് പറയുന്നത്. അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി ഭേദഗതി ചെയ്യാനുള്ള ആശയം ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടിട്ടുള്ളത് ഏത് രാജ്യത്ത് നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിന് അധികാരമുള്ളത് ആരാണ്? പാർലമെൻറ്റിനെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഇനി നമ്മുടെ ചോദ്യത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചോദ്യത്തിലല്ല, നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള 42ാമത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ആ 42ാമത് 42nd അമെൻമെൻറ്റ് അഥവാ 42ാമത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ 42ാമത് ഭരണഘടനാ ഭേദഗതി നടന്നത് ഏതു വർഷമാണ്? അത് വളരെ പ്രധാനമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഭേദഗതികൾ പഠിക്കുമ്പോഴും ആ ഭേദഗതി നടന്നിട്ടുള്ള വർഷം, ആ ഭേദഗതി വരുത്തിയ വർഷം എപ്പോൾ എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം. അത്തരത്തിൽ നമുക്ക് പറയുന്ന നമ്മുടെ ചോദ്യത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സിലബസിലുള്ള 42ാമത് ഭരണഘടനാ ഭേദഗതി ഏതു വർഷമാണെന്ന് ചോദിച്ചാൽ അത് 1976 1976 42ാമത് ഭരണഘടനാ ഭേദഗതി. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ് നമ്മളിവിടെ പറയുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ 42ാം ഭരണഘടനാ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ 1976 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 1976 42ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഇനിയോ നോക്കുക, ഈ 42ാം ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് 42ാമത് ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ കമ്മിറ്റികൾ കൂടിയുണ്ട്, ആ കമ്മിറ്റിയെ പഠിക്കാനുണ്ടാവും. അത്തരത്തിൽ 42ാം ഭേദഗതിയിലെ 42ാമത് ഭരണഘടനാ ഭേദഗതി പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. എന്താണ്? 42ാം ഭരണഘടനാ ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റി. ഓക്കെ, ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു 1976 ഈ ഭരണഘടനാ ഭേദഗതി നടത്തുന്നത്. അത്തരത്തിൽ ഭരണഘടനാ ഭേദഗതി നടത്തി ആ ഭേദഗതി നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ പറയേണ്ടത് 42ാമത് ഭരണഘടനാ ഭേദഗതി എപ്പോൾ നടന്നു എന്ന് ചോദിച്ചാൽ അത് 1976 എന്ന് പറയാം. എന്നാൽ 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം എപ്പോൾ എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത വർഷം 1977 ജനുവരി 3-ാം തീയതി. 1977 ജനുവരി 3-ാം തീയതിയാണ് 42ാമത് ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നിട്ടുള്ളത്.
ക്ലിയർ അല്ലേ? ഇവിടെ എന്താണ് നോക്കിയത്? 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1977 ജനുവരി 3-ാം തീയതിയാണ്. എന്നാൽ 42ാം ഭരണഘടനാ ഭേദഗതി എപ്പോൾ എന്ന് ചോദിച്ചാൽ നമുക്ക് 1976 എന്ന് പറയണം. നിലവിൽ വന്നത് ചോദിച്ചാൽ 77 ജനുവരി 3 എന്ന് പറയുന്ന വർഷം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓപ്ഷനകത്ത് ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ ഈ 2 വർഷങ്ങൾ മാറിപ്പോകരുത്. ഇനിയോ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തു. ഈ ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഇവിടെ അമെൻമെന്റ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്താണ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ആ ഭേദഗതിയാണ് 1976 42ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ഇതറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അല്ലേ, ഭരണഘടനയുടെ ആമുഖം 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് എന്ത് 1947 ജനുവരി 22 ആമുഖമായിട്ട് അംഗീകരിച്ചു അല്ലേ. അപ്പോൾ ഈ ആമുഖം ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത്. ആ ആമുഖത്തിൽ 1976 ഒരു എന്താണ് 42ാമത് ഭേദഗതിയിലൂടെ എന്താണ് പുതിയ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. അതായത് നോക്കുക, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്തൊക്കെയാണ്? സ്ഥിതി സമത്വം, അതുപോലെ തന്നെ മതേതരത്വം, പിന്നെയോ അഖണ്ഡത അല്ലേ. രാജ്യത്തിൻ്റെ ഐക്യം എന്ന് പറയുന്ന വാക്കിൽ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്തു. അതാണ് ഈ അഖണ്ഡത എന്ന് പറയുന്നത്. എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതേത് പറയുന്നത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണെന്ന കാര്യം ഓർത്തുവെക്കുക. ആ ഭേദഗതിയിലാണ് ആമുഖത്തിലെ സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്ന് പറയുന്ന 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത്. 42ാം ഭരണഘടനാ ഭേദഗതി 1976 എന്ന കാര്യം ഓർത്തുവെക്കുക. ക്ലിയർ അല്ലേ? ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അടുത്തത് നീ 1-2 കാര്യങ്ങൾ കൂടെ പറയാം. നോക്കുക, അതുപോലെ തന്നെ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തതും ഏത് ഈ പറയുന്ന 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. എന്താണ്? മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. മൗലിക കടമകൾ അല്ലേ, ഭരണഘടനയിൽ മൗലിക കടമകൾ അല്ലേ, കടമകൾ കൂട്ടിച്ചേർത്തത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. ഈ മൗലിക കടമകൾ എവിടെയാണ് കൂട്ടിച്ചേർത്തത്? ഭാഗം 4A കൂട്ടിച്ചേർത്തത്. ഭാഗം ഏതെന്ന് ചോദിച്ചാൽ 4A. ഭാഗം 4A ഭാഗം 4-ൽ എ എന്ന് പറയുന്ന ഒരു ഇതോട് കൂടിയിട്ട് 4A അല്ലേ, ഭാഗം 4A എന്ന് പറഞ്ഞിട്ടാണ് എന്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് വർഷമാണ്? 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. നോക്കുക, അതെന്ന് പറയുന്ന ഭാഗമാണ് ഈ 4A എന്ന് പറയുന്നത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 51A ആണ്. അത് രണ്ടും മാറിപ്പോകരുത്. ആർട്ടിക്കിൾ എന്ന് പറയുന്ന 51A കൂട്ടിച്ചേർത്ത ഭാഗം എന്ന് പറയുന്നത് 4A. ഓക്കെ, 4A കൂട്ടിച്ചേർത്ത ഭാഗം എന്ന് പറയുന്നത്. 51A ആണ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന അനുച്ഛേദം എന്ന് പറയുന്നത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 51A എന്ന് പറയുന്നത്. നോക്കുക, 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം 10 മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എടുത്തു പറയേണ്ട കാര്യമാണ്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 10 നമ്മളിപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി പഠിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം എത്രയാണ്? അത് 10. നോക്കുക, ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്ക് നൽകി? രാഷ്ട്രപതിക്ക് നൽകി. ഏത്? ഈ 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് സംഭവിച്ചു? രാഷ്ട്രപതിക്ക് ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് എന്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം നൽകി. ഓക്കെ, ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്ക് നൽകി? രാഷ്ട്രപതിക്ക് നൽകി. ഏതിലൂടെ? 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ. പിന്നെ എന്താണ് ഈ 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് ആരായിരുന്നു രാഷ്ട്രപതി എന്ന് ചോദിക്കാം, ആരായിരുന്നു പ്രധാനമന്ത്രി എന്ന് ചോദിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, 1976 എന്ന് പറയുന്ന വർഷം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഈ 1976
42ാമത് ഭരണഘടനാ ഭേദഗതി നടക്കുമ്പോൾ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആരെന്ന് പറയുന്നത് രാഷ്ട്രപതി എങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? അത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. നമ്മളിവിടെ എന്താണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ജസ്റ്റ് എന്താണ് ഭരണഘടനാ ഭേദഗതി, ഒരുപാട് ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല. എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 42ാമത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ജസ്റ്റ് നമ്മളൊന്ന് നോക്കി. ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാം. കറക്റ്റായിട്ട് ലൈവ് ക്ലാസ്സുകളും കൃത്യമായിട്ടുള്ള സിലബസ് അടിസ്ഥാന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് ഓരോ മണിക്കൂറിൽ കൂടുതൽ ലൈവ് ക്ലാസ്സുകൾ അവിടെ ലഭിക്കും. കൂടാതെ റെക്കോർഡഡ് ക്ലാസ് ലഭിക്കും, ലൈവിൻ്റെ റെക്കോർഡ് ലഭിക്കും. ഇത്തരത്തിലുള്ള കോഴ്സാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക്